എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു വീടാണ്. നല്ലൊരു വീട് ഉദ്ദേശിക്കാൻ കാരണം നല്ലൊരു ബഡ്ജറ്റിൽ നല്ലൊരു ലൊക്കേഷനിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു വീടാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് റൂട്ടിലുള്ള വാഴക്കാല എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വാഴക്കാലയിൽ നമുക്ക് ബൈ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീട് വരുന്നത്. കാക്കനാട് മെയിൻ റോഡിൽ നിന്നും, അതായത് നമ്മുടെ പലാരിവട്ടം കാക്കനാട് മെയിൻ റോഡിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ താഴെ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഈ ഒരു വീട് റീസെയിലിനായിട്ടാണ് ഇട്ടിരിക്കുന്നത്. കാക്കനാട് കളക്ടറേറ്റിലേക്ക് 3.5 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. വ്യവസായ മേഖല സെസ് എല്ലാവർക്കും അറിയാം, അവിടേക്ക് 2.9 കിലോമീറ്റർ. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ലുലു മാളിലേക്ക് നോക്കുവാണെങ്കിൽ 6 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 26 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ എലിവേഷൻ നിങ്ങൾ കണ്ടു. 3 സെന്റിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് റീസെയിലിനായി ഇട്ടിരിക്കുന്നത്. 62 ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസിലാണ് ഈ ഒരു വീട് റീസെയിലിനായി ഇട്ടിരിക്കുന്നത്. മതിലും ഗേറ്റ് കോമ്പൗണ്ടുകളൊക്കെ നിങ്ങൾ കണ്ടു. ഞാൻ കൂടുതൽ പറയുന്നില്ല. വീടിന്റെ എലിവേഷനും കണ്ടു. നമുക്കൊരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഓൾറെഡി ഇവിടെ കാർ പോർച്ചിലൂടെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 2 വീലേഴ്സിനായിട്ടുള്ള സ്പേസ് കൂടെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഭംഗിയുള്ള ഫ്ലോർ ടൈലുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഓൾറെഡി ഇത് നമുക്ക് ഫർണിച്ചേഴ്സ് എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ട് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ലിവിംഗ് സ്പേസിന്റെ വലുപ്പം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇത്രയും സീറ്റിംഗ് കപ്പാസിറ്റിയും നമുക്ക് ടീപ്പോയ് എല്ലാം കൊടുത്തിട്ടും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്തുള്ള ആസറ്റീസ് കണ്ടീഷൻ എങ്ങനെയാണോ അങ്ങനെയല്ല നമ്മൾ ഒരു വീട് കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഫർണിച്ചേഴ്സ് ഉൾപ്പെടെയാണ് ഈ ഒരു വീട് വേണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമുക്കൊരു കോസ്റ്റ് ഇട്ടിട്ട് അതുകൂടി നമുക്ക് ഓണറോട് സംസാരിച്ച് ചെയ്യാവുന്നതാണ്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത്. നല്ല ഭംഗിയായിട്ടും സ്ട്രോങ് ആയിട്ടും ഒക്കെ വുഡിൽ തന്നെയാണ് ഹാൻഡ് റൈൽസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നമുക്കിപ്പോ ഏകദേശം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു 6 സീറ്റർ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയായിട്ട് വാഷ് ഏരിയ വരുന്നുണ്ട്. നമുക്ക് സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗം ഡബിൾ ഹൈറ്റഡ് ആണ്. താഴെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. വിൻഡോസിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് നിങ്ങൾക്ക് കാണാം. സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ ധാരാളം വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. വലിയൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂം തന്നെയാണ് കിട്ടുന്നത്. ഡബിൾ കോട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ടേബിൾ വരുന്നുണ്ട്. നമുക്ക് കബോർഡ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഓൾറെഡി അകത്തേക്ക് കുറച്ച് തള്ളിയിട്ടായതുകൊണ്ട് തന്നെ റൂമിന്റെ സ്പേസ് പോകുന്നില്ല. നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഡൈനിങ് ഹാളിനടുത്തായിട്ട് നമുക്ക് ഇവിടെ കിച്ചൺ വരുന്നുണ്ട്. കിച്ചണും അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മുകളിലൊക്കെ 2 ലെയറിലും താഴെ ഒരു ലെയറിലും ഒക്കെ ആയിട്ടാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മെയിൻ കിച്ചൺ കൂടാതെ സൈഡിലായിട്ട് ചെറിയൊരു സ്റ്റോർ റൂം കൂടി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജ് ഒക്കെ വെക്കാനും വാഷിംഗ് മെഷീൻ വെക്കാനൊക്കെ നല്ലൊരു സ്പേസ് ഇവിടെ എക്സ്ട്രാ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ അതിനെ പുറത്ത് നോക്കുവാണെങ്കിൽ ബാക്കി വരുന്ന സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ഏരിയ ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സോ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടെ സൂക്ഷിക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്ന് നിൽക്കുന്നത്. നമുക്ക് ഇതുപോലെ ഒരു ഹാളാണ് കയറി വരുമ്പോൾ തന്നെ കിട്ടുന്നത്. സ്റ്റെപ്പ് കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ഇവിടെയായിട്ട് ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്കിവിടെ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം കിട്ടുന്നുണ്ട്. അത് തന്നെ വളരെ സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം കൂടിയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഇപ്പം നമ്മുടെ വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനായിട്ട് അല്ലെങ്കിൽ സെർവന്റ് ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു കോമൺ ബാത്റൂം യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീട്ടിൽ നമ്മൾ താഴെ ഒരു ബെഡ്റൂം കണ്ടു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ടോട്ടലി നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. അതും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ്. ഓൾറെഡി ഒരു ഡബിൾ കോട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് പോലും നമുക്ക് നല്ല സ്പേസ് ആണ് കിട്ടുന്നത്. വാർഡ്രോബുകളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതും കഴിഞ്ഞ് നമുക്ക് ആ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമ്മൾ നേരത്തെ കണ്ട മറ്റു 2 ബെഡ്റൂമുകളെ പോലെ തന്നെ ഈ ഒരു ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ കോട്ട് ഇവിടെ വരുന്നുണ്ട്. അൽമിറാസ് 3 നമുക്കിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ളത് നമുക്ക് ഓൾറെഡി ബോളിനോട് ചേർന്ന് നല്ലൊരു വാർഡ്രോബ് ആണ്. എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. റൂഫൊക്കെ നല്ല ഹൈറ്റിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വീട്ടിലെ കണ്ട 3 ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലുള്ള മെയിൻ ഹാള് ഈ ഒരു ലെങ്തി ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് കൂടി നമുക്ക് കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. കുട്ടികൾക്ക് പഠിക്കാനിരിക്കാനോ നമ്മുടെ റീഡിംഗ് പർപ്പസിനായിട്ട് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ഈ ഒരു ഡോർ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ ബാൽക്കണിയാണ്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന ആ ഒരു റോഡാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ
വ്യൂ ആയിട്ട് കിട്ടുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ചെമ്പുമുക്ക് വാഴക്കാല ഭാഗങ്ങളിലൊക്കെ വീടുകൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെയിലായി പോകും. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പേര് വീടുകൾ ആവശ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ചെമ്പുമുക്ക്, വാഴക്കാല, പടമുകള ഭാഗങ്ങളൊക്കെ. നമുക്ക് വാഴക്കാലയിലൊക്കെ ഇതുപോലെ ഒരു വീട് ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മുടെ ചാനലിൽ വരുന്ന പല വീഡിയോസ് നിങ്ങൾ കാണുന്നതാണ്. ഏറ്റവും അധികം പേര് എൻക്വയറി വരുന്നതും ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് മെയിൻ റോഡിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. മെട്രോ സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിലും ബസ് സ്റ്റോപ്പ് ആണെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് ആക്ച്വലി ഒരു മിഡിൽ പോർഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. കളമശ്ശേരി, കാക്കനാട്, എറണാകുളം, ഇടപ്പള്ളി എല്ലാ ഭാഗങ്ങളിലേക്കും വളരെ ഈസി ആയിട്ട് ആക്സസ് ഉള്ള ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 3 സെന്റ് ആണ് ലാൻഡ് അളവ് വരുന്നത്. 1750 സ്ക്വയർ ഫീറ്റിൽ 3 നമുക്ക് ബെഡ്റൂമുകളാണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാ നമുക്കൊരു ബാത്റൂം കൂടി മുകളിലത്തെ ഭാഗത്ത് കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് ഉണ്ട്. ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 62 ലക്ഷം രൂപയാണ്. 62 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി വാങ്ങിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീട് ലോൺ വ്യവസ്ഥയിലും ലഭ്യമാണ്. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഏരിയകളിൽ വീട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പോലും കിട്ടാറില്ല, പെട്ടെന്ന് തന്നെ സെയിലാവും. നിങ്ങൾക്കത് അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ നമ്പറുകൾ കാണിക്കുന്നുണ്ട്, ഫോൺ എടുക്കുക, പെട്ടെന്ന് തന്നെ വിളിക്കുക. ഇന്ന് തന്നെ വീടുകൾ കാണാനുള്ള നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് മാർബിൾ ഹോംസുമായി ഫിക്സ് ചെയ്യുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.